നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ഭർത്താവ് അടുത്ത മുറിയിൽ മരിച്ചു കിടക്കുന്നത് അറിയാതെ ഭാര്യ 6 ദിവസം ഭർത്താവിന്റെ മൃതദേഹത്തിനോടൊപ്പം ഭർത്താവ് മരിച്ചത് അറിയാതെ ഭാര്യ കഴിഞ്ഞിരുന്നു. നടക്കുന്ന നാടകീയമായ സംഭവ വികാസങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോയമ്പത്തൂർ ഉക്കടം കോട്ടേപ്പുതൂർ ഗാന്ധിനഗറിലാണ് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അബ്ദുൾ ജബ്ബാർ എന്ന 48-കാരനാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് ദുർഗന്ധമുയർന്നു. ഇതേ തുടർന്ന് അയൽവാസികൾ പരാതി പറഞ്ഞു. തുടർന്ന് മകനെത്തി പരിശോധിച്ചപ്പോൾ മാത്രമാണ് മരണവിവരം അറിഞ്ഞത്. ഉടൻ തന്നെ ബിഗ് ബസാർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി, അവരും പരിശോധിച്ചപ്പോഴാണ് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മരിച്ചിട്ട് 5-6 ദിവസമായി എന്ന് നിർണായകമായ കണ്ടെത്തലുണ്ടായത്. ജോലിക്കൊന്നും പോകാത്ത അബ്ദുൾ ജബ്ബാർ മദ്യപാനിയായിരുന്നു. മനോദൗർബല്യമുള്ള വ്യക്തിയാണ് ഭാര്യ. അതുകൊണ്ടാണ് തന്റെ ഭർത്താവ് മരിച്ചു എന്ന കാര്യം മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ഭാര്യ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ വീടായിരുന്നു. സമീപത്തെ മുത്തശ്ശിയുടെ വീട്ടിലാണ് ഇവരുടെ മകനും മകളും താമസിച്ചിരുന്നത്. ശനിയാഴ്ച വീട്ടിൽ നിന്ന് ദുർഗന്ധമുണ്ടെന്ന് അയൽക്കാർ പറഞ്ഞു. ഇതേ തുടർന്ന് മകനെത്തി പരിശോധിച്ചു. ആദ്യം കരുതിയത് എലിചത്ത മണമായിരിക്കുമെന്നായിരുന്നു. അമ്മ അത്തരത്തിലായിരുന്നു മക്കളോട് പ്രതികരിച്ചത്. എലി ചത്തതായിരിക്കും മക്കളെ എന്നായിരുന്നു. പക്ഷേ അബ്ദുൾ ജബ്ബാർ കിടക്കയിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ കാണുകയും ഇതോടെ മകൻ തിരിച്ചു പോവുകയും ചെയ്തു. ഞായറാഴ്ച ദുർഗന്ധം കൂടി. ഇതോടെ അയൽക്കാർ വീണ്ടും മകനെ വിളിച്ചു വരുത്തി. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കിടക്കയിലുള്ള പിതാവിന്റെ ശരീരത്തിൽ നിന്നാണ് ദുർഗന്ധം എന്ന് മനസ്സിലായത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹം കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരുന്നു. അമിത മദ്യപാനം കാരണം മരിച്ചതാണ് എന്നാണ് നിലവിലെ നിഗമനം. എന്തായാലും ആ ഒരു മരണവിവരം അറിയാൻ വളരെ ദിവസമെടുത്തു. 5-6 ദിവസം മരിച്ച് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാർ അറിയാൻ അത് വൈകി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. യാത്രയ്ക്കായി ടാക്സി വിളിച്ച ശേഷം ഡ്രൈവറെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കുകയും വാഹനങ്ങൾ മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന സീരിയൽ കില്ലർ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. 4 കൊലക്കേസുകളിൽ പ്രതിയായ അജയ് ലെംബെയാണ് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 48 വയസ്സുകാരനാണ് പ്രതി. 24 വർഷമായി ഇയാളെ കണ്ടെത്തുക എന്ന അന്വേഷണത്തിലായിരുന്നു പോലീസ്. അജയ് ലെംബെയും കൂട്ടാളികളും ഉത്തരാഖണ്ഡിലേക്കെന്ന് പറഞ്ഞ് ടാക്സി വിളിച്ചു. യാത്രാമധ്യേ ഡ്രൈവറെ മയക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തെളിവ് കിട്ടാതിരിക്കാൻ മൃതദേഹങ്ങൾ കുന്നിന് മുകളിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കും. അതിനുശേഷം വാഹനം നേപ്പാളിലേക്ക് കടത്തി കൊണ്ടുപോകും, മറിച്ചു വിൽക്കും. 2001 മുതൽ 2003 വരെ ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളായി ഇയാൾ 4 കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തെളിവ് കിട്ടിയ കൊലപാതക കേസുകൾ മാത്രമാണ് ഇവയെന്നും പ്രതിയും സംഘവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. 4 കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം. പക്ഷെ ഒരാളുടെ മൃതദേഹം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ലെംബയുടെ കൂട്ടാളികളായ ധീരേന്ദ്ര, ദിലീപ് നേഗി എന്നിവരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹി സ്വദേശിയായ ലെംബ 6ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ ബറയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ലെംബ ധീരേന്ദ്രയും ദിലീപ് നേഗിയുമായി പരിചയപ്പെടുന്നത്. ഇവരുടെ സഹായത്തോടെ ലെംബ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകം, അതായത് ടാക്സി വിളിക്കുന്നു, ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തുന്നു, വാഹനം കടത്തിക്കൊണ്ടു പോകുന്നു. അതിക്രൂരമായ കൊലപാതകമാണ് ഈ സീരിയൽ കില്ലർമാർ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തെ നടുക്കിയ ഒരു വാർത്തയാണ്. അതായത് താൻ 38 വർഷങ്ങൾക്ക് മുമ്പേ 2 പേരെ കൊലപ്പെടുത്തിയിരുന്നു എന്നടക്കമുള്ള ഒരു വെളിപ്പെടുത്തലുമായി ഒരു വ്യക്തി രംഗത്തേക്ക് വന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. മുഹമ്മദ് അലി എന്ന 54-കാരനാണ് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. 1989 കാണാതായവരുടെ കേസുകൾ അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ. കാരണം ഇയാൾ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. ഇയാൾ ഈ പറഞ്ഞ ഒരു സമയത്ത് ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്നതടക്കമുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആരാണ് കൊല്ലപ്പെട്ടത്, ആരെയൊക്കെയാണ് ഇയാൾ കൊല ചെയ്തത്, ഇതെല്ലാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇക്കാലഘട്ടത്തിൽ കോഴിക്കോട് സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിൽ കാണുവാനില്ലെന്ന പരാതികൾ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നു. ഇതിലൂടെ മരിച്ചയാളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് നിഗമനം. കമ്മീഷണറുടെ കീഴിലുള്ള ക്രൈം സ്ക്വാഡാണ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തുന്നത്. മുഹമ്മദ് അലി എന്ന ആന്റണി ആരെയും കൊന്നിട്ടില്ലെന്ന് പറയുകയാണ് ജ്യേഷ്ഠൻ പൗലോസ്. ഇതും വളരെ ആശങ്ക സൃഷ്ടിക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ ഒളിച്ചോടിയ മുഹമ്മദ് അലി തിരികെ വന്നത് 10 വർഷത്തിനു ശേഷമാണ്. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് സഹോദരന്റെ വെളിപ്പെടുത്തൽ. ഈ കേസ് എല്ലാ അർത്ഥത്തിലും പോലീസിന് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒന്നാമത്, താൻ 2 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു നിൽക്കുന്നു. രണ്ടാമത്തത്, ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് അത് കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. മൂന്നാമത്,
ഒന്നാമത് ഈ മുഹമ്മദ് അലിയുടെ സഹോദരൻ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് മുഹമ്മദ് അലി എന്നും അയാൾ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലൂടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നു പോകുന്നത്. കൂടരഞ്ഞിൽ ഇയാൾ മരിച്ചത് തോട്ടിലെ വെള്ളത്തിൽ വീണിട്ടാകാമെന്നാണ് മുഹമ്മദ് അലിയുടെ സഹോദരൻ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കോഴിക്കോട് വെള്ളയിലും കൊലപാതകം ചെയ്തെന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് അറിയില്ലെന്നാണ് പൗലോസിന്റെ പ്രതികരണം. 1986, 1989 വർഷങ്ങളായി രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകനായ ആന്റണിയാണ് മുഹമ്മദ് അലിയായി മാറിയത്. 14-ാം വയസ്സിൽ കൂടരഞ്ഞി കരിങ്കുറ്റിയിൽ ഒരാളെ തോട്ടിലേക്ക് ചവിട്ടിയിട്ട് കൊന്നുവെന്നാണ് പോലീസിൽ മുഹമ്മദ് അലി നൽകിയ മൊഴി. 1986 ഡിസംബറിലാണ് സംഭവമെന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. ഡിസംബർ 5 പത്രത്തിൽ കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പുറകിലെ വയലിലെ തോട്ടിൽ 20 വയസ്സ് തോന്നിക്കുന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വന്നിരുന്നു. ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ആ പഴയ പോലീസുകാരിൽ നിന്നും കൂടുതൽ വിവരം അന്വേഷണ സംഘം തേടിയാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബീച്ചിലെ കൊലപാതകവും നടത്തിയെന്നാണ് അടുത്ത് പറഞ്ഞിരുന്നത്. ബീച്ചിലെ കൊലപാതകത്തിന് മറ്റൊരാൾക്കും പങ്കുണ്ടെന്ന് മുഹമ്മദ് അലി പറഞ്ഞിരുന്നു. ബാബു എന്ന കഞ്ചാവ് ബാബുവാണ് അന്ന് തനിക്ക് ബീച്ചിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്താൻ സഹായിയായി ഉണ്ടായിരുന്നതെന്നും മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ഈ പേരിലുള്ള ആൾക്കെതിരെ കേസുകൾ സിറ്റി പോലീസിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 1989 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരാളെ താനും കഞ്ചാവ് ബാബു എന്നയാളും ചേർന്ന് കൊന്നുവെന്നായിരുന്നു മുഹമ്മദ് അലി രണ്ടാമത് നൽകിയ വെളിപ്പെടുത്തൽ. ബാബു നഗരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളായിരുന്നു. പക്ഷേ പോലീസ് ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും കഞ്ചാവ് ബാബുവിനെ കുറിച്ച് ഒരു സൂചന പോലും നിലവിൽ കിട്ടിയിട്ടില്ല. മരിച്ചയാളെ തിരിച്ചറിയാത്തതിനാൽ അജ്ഞാത മൃതദേഹമായാണ് അന്ന് നടപടികൾ നടത്തിയത്. പോസ്റ്റ്മോർട്ടം രേഖകൾക്കായി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിനെയായിരുന്നു സമീപിച്ചത്. കൂടരഞ്ഞിൽ മുഹമ്മദ് അലി തള്ളിയിട്ട് കൊന്നുവെന്ന് പറയപ്പെടുന്ന ആളുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥനെ തേടി പോലീസ് എറണാകുളത്തേക്ക് തിരിച്ചിരുന്നു. അന്ന് തിരുവമ്പാടി SI ആയിരുന്ന തോമസ് ആണ് ഇൻക്വസ്റ്റ് നടത്തിയത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം എറണാകുളത്തായിരുന്നു താമസിച്ചിരുന്നത്. വെള്ളത്തിൽ മുങ്ങി മരിച്ച നിലയിലായിരുന്നു ഇരിട്ടി സ്വദേശി എന്ന് കരുതുന്നയാളെ കണ്ടെത്തിയത്. 1986 കൂടരഞ്ഞിയിലെ മരണം. കൊന്നതാണെന്ന് മുഹമ്മദ് അലി പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളൊന്നും കിട്ടിയിട്ടില്ല. രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. എന്തായാലും പ്രതിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്, കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആരൊക്കെയാണ് മരിച്ചത്, അല്ലെങ്കിൽ മരിച്ചു ഇയാൾ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയാണോ, ഇയാളുടെ സഹോദരൻ പറയുന്നത് പോലെ ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണോ എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളികളാണ് പോലീസിന് മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.